ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും ക്രാഫ്റ്റ് ആൻഡ് ക്രിയേഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഹോൾ ഡെക്കർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക കണ്ടാലോ. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് പോകാം. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഐസ്ക്രീം സ്റ്റിക്സ് എടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊക്കെ ഓരോന്നായിട്ട് നമുക്ക് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം അതെല്ലാം ക്ലിയറിലാക്കിയിട്ട് നമുക്കൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ട് അതിൻ്റെ സൈഡിൽ ഞാൻ ഫെവിക്കോൾ ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സൈഡിൽ നമുക്ക് വേറൊരു ഐസ്ക്രീം സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ അല്ലാതെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ആ മോൾ ഭാഗം ഒരു ഹോമിൻ്റെ ആ ഒരു കോണ് വേണം. അപ്പോൾ ഞാൻ സ്കെയിലെടുത്തിട്ട് അതിൻ്റെ ആ ഒരു ഷേപ്പിൽ ഞാൻ രണ്ട് സൈഡിലും ഞാൻ അങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരളവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 3 ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ട് ഒന്ന് നമുക്ക് ആ കോണിൻ്റെ ആ ഒരളവിൽ നമുക്ക് ഒട്ടിച്ച് കൊടുക്കണം. ഒന്ന് ഞാൻ അടിയിലും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിതുപോലെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അതിന് പെയിൻറ്റ് കൊടുത്ത് നമുക്ക് ഉഷാറാക്കി എടുക്കണ്ടേ, നമ്മൾ ക്യൂട്ട്നെസ് വേണ്ടേ. അപ്പം ഞാൻ അതിൻ്റെ നടുവിൽ ഞാനൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ഞാൻ മൊത്തത്തിൽ അടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനത് മൊത്തം അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനൊരു വാതിൽ വെക്കണമല്ലോ. അപ്പം ഞാൻ അതിൻ്റെ നടുവിൽ ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ തുമ്പത്ത് പോലെ ഞാൻ കട്ട് ചെയ്തെടുത്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ജനലും വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനൊക്കെ കളർ കൊടുക്കാം. അപ്പം ഞാനൊരു യെല്ലോ കളറാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് വേറെ കളർ എടുക്കാം. ഞാൻ അതിന് മാച്ചായിട്ടൊരു ഇത് തോന്നി എനിക്ക് യെല്ലോ ആണ്. അപ്പോൾ ഞാൻ യെല്ലോ കളറാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ജനലിനും ആ വാതിലിനും ഞാൻ ആ കളറാണ് എടുക്കുന്നത്. പിന്നെ എപ്പോഴും നമ്മൾ ക്യൂട്ട്നെസ് വരരുതല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം ഞാൻ പിൻട്രസ്റ്റിൽ ഇങ്ങനെ നോക്കിയപ്പോൾ ഞാൻ എന്ത് വീഡിയോ വിടും ഇങ്ങനെ വിചാരിച്ച് നോക്കിയപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ കണ്ടു. അപ്പോൾ ഞാൻ തോന്നി ഈ വീഡിയോ ഒന്ന് വിടാമെന്ന് വിചാരിച്ചു. എൻ്റെ അടുത്താണെങ്കിൽ ഐസ്ക്രീം സ്റ്റിക്സ് കുറേ ഉണ്ട്. അപ്പോൾ വിചാരിച്ചു ഇന്ന് തന്നെ വിടാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇട്ടൊരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് എല്ലാത്തിനും ജനലിനും ആ വാതിലിനും നമുക്ക് യെല്ലോ കളർ അടിച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ജനലിൻ്റെ ഒരു ഡിസൈനിന് അതിൻ്റെ സൈഡിൽ ഒരു ജനലിൻ്റെ ആ പുളിൻ്റെ ആ ഒരു ഇതിൽ അങ്ങനെയൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ സ്കെച്ചാണ് എടുത്തിട്ടുള്ളത്. പെയിൻറ്റ് കൊടുത്ത ചിലപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല വിചാരിച്ചിട്ട് ഞാൻ സ്കെച്ചാണ് എടുക്കുന്നത്. ഞാൻ അതിൻ്റെ സൈഡിലൂടെ അങ്ങനെ സ്കെച്ച് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. നടുവിൽ ഒരു വരയും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടല്ലോ ഞാൻ പറയണെങ്കിലും. ഞാൻ അങ്ങനെ രണ്ടിനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സൈഡിലൊരു ഗാർഡൻ്റെ പോലെ നമുക്ക് ഒരു ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കണ്ടേ. അപ്പം ഞാൻ കവർ സ്റ്റിക്കറിൽ അങ്ങനത്തെ ഒരു ഫ്ലവർ ഞാൻ കണ്ടു, ഒരു റോസ് കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു അത് ഒട്ടിച്ച് കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ കവർ സ്റ്റിക്കറിൽ നിന്ന് ഞാൻ അങ്ങനത്തെ ഒരു ഫ്ലവർ എടുക്കുന്നുണ്ട്. ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ രണ്ട് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഗൈസ് നമ്മളെ ഹോൾ ഡെക്കർ അവസാനത്തെ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. നമുക്കതിൻ്റെ മുകളിൽ ഞാൻ ഈ ഒരു മൂങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഗൈസ് നമ്മളെ ഫൈനലി ലുക്കാണ് ഇതാണ് ഹോൾ ഡെക്കറിൻ്റെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് വിചാരിക്കണം. അപ്പോൾ അടുത്തുള്ളത്